ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നൊരു ലൈവ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയും അതേപോലെ തന്നെ എങ്ങനെ എൻട്രി എടുത്ത് അതേപോലെ തന്നെ പ്രീമിയം ഡിസ്കൗണ്ട്, ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി എന്നുള്ള എല്ലാ കാര്യങ്ങളും ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ SMC ഫോളോ ചെയ്ത് പോകുന്നവരാണ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഫസ്റ്റ് ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് തന്നെ എടുത്ത് കാണിച്ചത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ ആ ഒരു മാർക്ക് ചെയ്തേക്കുന്ന സെയിം പോയിൻ്റ് തന്നെയല്ലേ, നിഫ്റ്റിയിൽ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന സെയിം പോയിൻ്റ് തന്നെയാണ് ഞാൻ ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കിയിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ട്രേഡിൻ്റെ ഫസ്റ്റത്തെ ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിലേക്ക് എടുത്ത് നോക്കിയാലും കാണാം ഏകദേശം ഒരു 23 പോയിൻറ്റ്സിനടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടും പ്രീമിയത്തിൽ വലിയൊരു അനക്കമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒരു 1-2 ക്യാൻഡിലാണ് അത്യാവശ്യം നല്ലൊരു പോയിന്റ് പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കറക്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ലോജിക്കൊന്നുമില്ല. ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീമിയം ഡിസ്കൗണ്ട് അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻട്രി എടുത്തു. അപ്പ് സ്റ്റോക്സിലായിരുന്നു അക്കൗണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി എടുത്തു, കറക്റ്റ് ലിക്വിഡിറ്റി നോക്കിയായിരുന്നു ഞാനിവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രീമിയം ഡിസ്കൗണ്ടും കാര്യങ്ങളും അതേപോലെ തന്നെ ലിക്വിഡിറ്റി കറക്റ്റ് എക്സിറ്റ് ചെയ്ത പോയിൻറ്റും കറക്റ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു കുറച്ച് നേരം ട്രേഡ് ചെയ്യുന്നെങ്കിൽ അവിടെ നല്ല മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമായിരുന്നു മൂവ്മെൻറ്റും കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 1:3 തന്നെ എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് അധികം റിസ്ക് എടുക്കാനൊന്നുമില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസ് എടുക്കുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് എടുത്ത ട്രേഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻഡിൽ ഇച്ചിരി ഡിമാൻഡ് എന്ന ഇതിൽ മനസ്സിലാക്കിയാലും മതി. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് ആയിരുന്നു ഡൗൺ സൈഡിലേക്ക് ഉണ്ടായിരുന്നത്. സെല്ലേഴ്സിൻ്റെ ഒരു കുറച്ചും കൂടെ സ്ട്രെങ്ത് നമുക്ക് വീണ്ടും ഈ ഒരു പോയിന്റിലേക്ക് നിന്നതിന് ശേഷമാണെങ്കിലും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അഗൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ചാർട്ടിലേക്ക് ഞാനിവിടെ ഗ്യാൻ ബോക്സ് ടൂളിൻ്റെ കാര്യവും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെയാണ് ഒരു സെല്ലിംഗ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 50% മുകളിലുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിലുള്ളൊരു പോയിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഡിസ്കൗണ്ടിൽ എപ്പോഴും കുറച്ച് ഫെയിൽ ആകാറുണ്ട്. കാരണം ഒരു സെല്ലർ വ്യൂവിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സെല്ലർ എപ്പോഴും ഹൈ പ്രൈസിലെത്തുമ്പോൾ വീണ്ടും സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിരിക്കും നോക്കുക. അപ്പോൾ അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്കൗണ്ട് ഏരിയ ആണ്, അതേപോലെ തന്നെ ഇത് പ്രീമിയം പ്രൈസാണ്. അപ്പോൾ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ആ പ്രീമിയത്തിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ എൻട്രി എടുത്തില്ല. വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ഓർഡർ ബ്ലോക്കിലൊക്കെ ഇപ്പോൾ ഇത് വീക്കായിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് ഡിസ്കൗണ്ടിന് താഴെയാണ്. അപ്പോൾ ഇവിടേക്കെല്ലാം എൻ്റർ ചെയ്തവരുടെ SL എന്തായാലും ഇതിന് മേലെ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് അത് എടുക്കാൻ വരും എന്നുള്ള ലോജിക്കിലാണ് ഞാൻ ആ ഒരു ട്രേഡ് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോയിന്റ് വരെ എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് സാധ്യത, അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സലിന് സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 2 ക്യാൻഡിലെ മൊമെൻറ്റും അവരെടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു 2 ക്യാൻഡിലാണ് മെയിനായിട്ട് ആ പ്രീമിയത്തിലൊരു അനക്കം വന്നിട്ടുള്ളത്. അതുവരെ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു അനക്കമൊന്നും വന്നിട്ടില്ല. ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എഗൈൻ ഒരു മൊമെൻറ്റം ഒന്ന് കണ്ടത് ഈ 1-2 ക്യാൻഡിലാണ് പ്രീമിയം അത്യാവശ്യം ഒന്ന് പുഷ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി താഴെ വെച്ചിട്ടാണ് കിട്ടിയത്. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങൾ. ഞാൻ ആ ഒരു ട്രേഡിൽ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ എഗൈൻ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ കാണാനായിട്ട് പറ്റും. വീണ്ടും മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടേക്ക് ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ബയ്യേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത പോലെയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി ഇവിടെയൊക്കെ പല പോയിന്റിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ റിവേഴ്സിൽ വന്നപ്പോഴും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റിനെ മനസ്സിലാക്കാനായിട്ട്. അതേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബയ്യേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ബയ്യറുടെ വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പ്രീമിയം പ്രൈസിൽ വീണ്ടും പോയി ബൈ ചെയ്യില്ല, ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോഴേക്കും ബൈ ചെയ്യുക. അതേ രീതിയിലേക്ക് നോക്കുകയാണെങ്കിലും വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ്. ഇപ്പോൾ എഗൈൻ ഈ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്കൗണ്ടിൽ തന്നെയാണ് എത്തിയേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു പ്രീമിയത്തിലൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. അതേപോലെ തന്നെ പ്രീമിയത്തിൽ ഹൈ പ്രൈസിലൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്.
അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് ഇവിടെ നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു, സെല്ലേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും ടാപ്പ് ചെയ്തു, വീണ്ടും എഗൈൻ റിവേഴ്സ് ആയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ പോയിന്റിലേക്ക് എത്തി. ബൈയേഴ്സിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്, ബൈയേഴ്സ് ഇവിടെ തന്നെയാണ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോജിക്കിൽ ആ ഒരു ഏരിയ തന്നെ കൊടുക്കാം. ഓർഡർ ബ്ലോക്കായിട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് ഇത് തന്നെ എടുക്കാമായിരുന്നു. എഗൈൻ ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ബൈയേഴ്സ് പുഷ് ചെയ്ത ഒരു പോയിന്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയിലേക്കോ നോക്കിയിട്ടാണെങ്കിലും ടാർഗറ്റും കൊടുക്കാം. ഇതാണെങ്കിൽ ഏകദേശം ഒരു 1:3 വർക്കായിട്ടുണ്ട്. പിന്നെ ചാർട്ടിലേക്ക് നോക്കേണ്ട കാര്യം, ചാർട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ സെല്ലേഴ്സും ഉണ്ട്, ബൈയേഴ്സും ഉണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ സ്ട്രെങ്ത് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് ഉള്ളിലെല്ലാം കുറച്ച് വീക്കായിട്ടായിരിക്കും. ബൈയേഴ്സ് ആണെങ്കിൽ കൂടുതൽ പുഷ് ചെയ്ത് പോയാലേക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ പോയിൻറ്റും ഓർഡർ ബ്ലോക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ പോയിൻറ്റും ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റി എല്ലാം മാർക്ക് ചെയ്ത് എല്ലാ പോയിന്റിലും പോയി എൻട്രി എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ട്രേഡിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഓർഡർ ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ലോജിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാമായിരുന്നു. ഇപ്പോൾ സെൽ സൈഡിലേക്കാണെങ്കിൽ ഇപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കിയിട്ടാണ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻറ്റേർണൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രേഡുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ള രീതി കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഒന്നാമത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്നത് ഒരുപാട് ട്രേഡ്സിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ക്വാളിറ്റി ട്രേഡ്സ് ഈ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ട്രേഡ്സിലാണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ കുറവായിരിക്കും, ചെറിയൊരു RR ആയിരിക്കും കിട്ടുന്നത് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ട്രേഡിനാണെങ്കിൽ. അതേ പ്രീമിയത്തിൽ കിട്ടുന്ന ട്രേഡിനാണെങ്കിൽ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ രണ്ട് ട്രേഡും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇത് ഏകദേശം 1:4 വരെ വന്നിട്ടുണ്ട്. പക്ഷേ എക്സ്പയറി ചെയ്തുകൊണ്ട് പ്രീമിയത്തിൽ ഒരു 1:3 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു കുറച്ച് നേരം വീക്കായിട്ട് നിന്നുകൊണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ സ്പോട്ടിൽ തന്നെ ഏകദേശം ഒരു 1:3 മൂവ് ചെയ്തിട്ടുള്ളൂ. പ്രീമിയത്തിൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട്, ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടണമെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കി പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അപ്പോൾ പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ടിൻ്റെയും കാര്യം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ കണക്റ്റ് ആവും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതുപോലെ മാർക്കറ്റ് ഇങ്ങനെ ഒരു സെല്ലിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് ഞാൻ ഈ ഗ്യാൻ ബോക്സ് ടൂൾ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ടൊന്ന് കൊടുത്തേക്കാം. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു സെല്ലിങ് വന്നു. സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഇതും ലോവസ്റ്റ് പോയിൻ്റ് ഇതുമാണ്. ഇതിൻ്റെ ഒരു 50% രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിന് മേലെയുള്ള ഓർഡർ ബ്ലോക്ക് ആയിരിക്കും വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് ഡിസ്കൗണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം വീക്കായിട്ടുള്ള സെല്ലേഴ്സിന് എൻട്രി ചെയ്യിച്ചിട്ട് മെയിൻ പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം എല്ലാം SL എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു 50% ഞാൻ ഇവിടെ നിന്നാണ് ആ ഒരു റൂൾ വെച്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാലും കാണാനായിട്ട് പറ്റും. 50%-ന് താഴെ ഉള്ളത് എപ്പോഴും ഫെയിലാവുമെന്ന് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രീമിയത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ അളവും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ട്രേഡ്സുകളാണെങ്കിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ സൈഡ് വേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ട്രെൻഡും ഒരു ഡിമാൻഡ് സപ്ലൈ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും കണക്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.